ഹലോ. അപ്പോൾ ഈ ജിമ്മിന് ഇറങ്ങണ കുറച്ച് തുടക്കക്കാർക്കുള്ള ഒരു ചെറിയ ടിപ്സ് ആട്ടോ. അതായത് കുറേ ആളുകൾക്ക് പല പല മൈൻഡ് പ്ലാനിലാണ് അവർ ജിമ്മിന് ഇറങ്ങാൻ വരുന്നത്. ചിലർക്ക് നല്ല ബിൽഡായിട്ട് നല്ല മസ്കുലറായിട്ട് എടുക്കണം, ചിലർക്ക് വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, ചിലർക്ക് മെലിഞ്ഞ ശരീരം ഒന്ന് ബൾജ് ചെയ്തെടുക്കണം. അങ്ങനെയൊക്കെ കുറേ ആവശ്യക്കാരുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇതുകൊണ്ട് കേട്ടോ, കുറേ ആൾക്കാർക്ക് അറിയാനുള്ള കേസുകൾ നമ്മൾ ഏത് സപ്ലിമെൻറ്റ് ഉപയോഗിക്കണം, ഏത് ഉപയോഗിക്കാൻ നല്ലത്, ഏത് വേ പ്രോട്ടീനാണ് നല്ലത്. ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അതിന് മുന്നേ തന്നെ അവർക്ക് പ്ലാൻ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനെ പറ്റി നിന്നതിന് ശേഷം ആദ്യം ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാം. എന്നിട്ട് ഒരു 3 മാസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു എന്ത് കിട്ടും, നിങ്ങൾ ട്രാക്ക് കയറും. ജിമ്മിൽ ചെയ്തിട്ടുള്ള ഒരു 3 മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ചിലവരുണ്ട് ഒരു മാസമൊക്കെ ചെയ്തിട്ട് നിർത്തുന്ന ടീം. അവർക്ക് നമ്മൾ വെറുതെ ഈ സപ്ലിമെൻ്റൊക്കെ വാങ്ങി വെച്ചിട്ട് അത് പൂത്ത് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നല്ല ഫുഡ് കഴിക്കുക. ഒരു 3 മാസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ജിമ്മിൽ പോയിട്ട് നല്ല ഫുഡും മാക്സിമം നമ്മൾ ഓയിലും ഈ ഷുഗറും കട്ട് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചേഞ്ച് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. അങ്ങനെ 3 മാസം വർക്കൗട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് നമുക്ക് ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതേ ഇതിൽ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതിന് ശേഷമാണ് നമുക്കത് മതിയാവില്ല. ഈ പൈസയും മസിൽസും നമുക്ക് തേക്കാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ നേരെ എന്നിട്ട് എന്ത് ചെയ്യാം, വർക്കൗട്ട് കാര്യങ്ങളും ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് പോയി കളിക്കാം. ഇപ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ട് വെച്ചെങ്കിൽ, ഇപ്പോൾ പാർട്ട്ണർക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസോ പരിപാടിയോ കാര്യങ്ങളുണ്ട് വെച്ചെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ക്യൂസ് ചെയ്തിട്ട് നമ്മൾ ലീവ് ആക്കേണ്ടി വരും. കാരണം ഒരു കാരണം കിട്ടാൻ കത്തിക്കണ പോലെ ആയിരിക്കും പാർട്ട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അത് വേണ്ടാക്കിയ ഒരു പാർട്ട്ണർ വേണ്ട. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ടൈം നമ്മൾ സെലക്ട് ചെയ്യുക. രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ നല്ല ടൈം സെലക്ട് ചെയ്യുക. പാർട്ട്ണറൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഒരു 3 മാസം വർക്കൗട്ട് ചെയ്യൂ, നല്ല ഫുഡ് കഴിക്കൂ, നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക, പിന്നെ ഓയിൽ ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലും 3 മാസം ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ചേഞ്ച് കിട്ടും. പിന്നെ ഈ 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി. വേ പ്രോട്ടീൻ വേണോ, ക്രിയാറ്റിൻ എടുക്കണോ, മാസ് ഗെയിനർ വേണോ, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അതിന് ശേഷം ചിന്തിച്ചാൽ മതി. ചിലവരുണ്ട് നല്ലൊരു പ്രീ വർക്കൗട്ട് വേണം. പ്രീ വർക്കൗട്ടിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ട്, ഇല്ല എന്നല്ല, വേണം. നല്ല ഹെവി ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും പ്രീ വർക്കൗട്ട് വേണം. ഇത് ലൈറ്റ് വെയിറ്റ് ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ വെറുതെ പ്രീ വർക്കൗട്ടൊക്കെ എടുക്കുക, അപ്പോൾ അതിനെ കടിച്ച് കയറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ നല്ല ഫുഡ് അടിച്ചാൽ പറ്റും. നല്ല അടിപൊളി കാർബ് ലോഡ് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല എനർജി, നല്ലൊരു കോഫി കുടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ അതൊന്നും അങ്ങനെ. പിന്നെ നല്ല ഹെവി ആയിട്ട് നമ്മൾ ഓരോരോ സ്റ്റേജ് മാറും തോറും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നല്ല ഹെവി വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രീ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ വേ പ്രോട്ടീൻ വേണ്ടി വരും, നമുക്ക് ഫിഷ് ഓയിലുകൾ എടുക്കുക, സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും. സപ്ലിമെൻ്റൊക്കെ നിർബന്ധം കേട്ടോ. സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു നോർമൽ ബോഡി ലെവലിൽ, നമ്മൾ സാധാരണ ഒരു ലെവലിലൊന്നും ഒരു വർക്കൗട്ടും ആക്ടിവിറ്റീസൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ സപ്ലിമെൻറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് സാധാരണ നോർമൽ ഫുഡിൽ നിന്ന് കിട്ടും. നമ്മളെ ബോഡീനെ കൊണ്ട് എക്സ്ട്രാ ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എന്തായാലും നമുക്ക് അതിന് ജോയിൻറ്റിനും നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വിറ്റാമിൻസും സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും നിർബന്ധമായിട്ട് വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എന്തായാലും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഫിഷ് ഓയിൽ നിർബന്ധമാക്കുക. ഒരു മൾട്ടി വിറ്റാമിൻ നല്ലതാണ്. അതൊക്കെ നല്ലൊരു തുടക്കത്തിൽ അതൊക്കെ മതി. പിന്നെ അതിൽ കുറച്ച് ഏജ്ഡായ കാൽസ്യം, വിറ്റാമിൻ D3 അങ്ങനെയുള്ള ഓരോ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു 35+ ഉള്ള ടീംസിനായിട്ട് ഞാൻ പറഞ്ഞു. അല്ല നോർമൽ ആൾക്കാർക്ക്, ചെറിയ ആൾക്കാർക്ക് സത്യത്തിൽ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. നല്ല ഫുഡ് കഴിച്ചാൽ തന്നെ നല്ല സെറ്റാവും.